ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ സ്പിന്നിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ പാക്ക് ഓപ്പണിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ മറ്റേ ഷോർട്ട് ടൈമിൻ്റെ ഒരു എപ്പിക്ക് ഒന്ന് കൊണ്ടുവരണം കേട്ടോ. അതിൽ നിന്നും ആരാ കിട്ടിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഫ്രീ സ്പിന്നുകളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് സീസൺ ബെസ്റ്റത്തെ അതിൽ നമ്മളെ ഡിംബലുണ്ട്. അതുപോലെ തന്നെ വേറെ 2-3 കാർഡുകളും കിടക്കുന്നുണ്ട് ഇന്റർ മിലാൻ്റെയൊക്കെ. അപ്പോൾ ഡിംബലാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് കാർഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വേൾഡ് വൈഡ് പോട്ടപ്പിൻ്റെ ഒരു പാക്ക് ഉണ്ട് ഫ്രീ സ്പിന്ന്. അതിൽ റൊണാൾഡോയും കുറച്ച് പ്ലേയേഴ്സും വേറെ ഉണ്ട്. റൊണാൾഡോ ഉണ്ട്, നമ്മളെ മറ്റേ പോർച്ചുഗലിൻ്റെ നൂനോ മെൻഡസ് ഉണ്ട്. മറ്റേ യമാലിനെയൊക്കെ അന്ന് വിറപ്പിച്ചിരുന്ന സാധനമാണ്, പിടിച്ചു നിർത്തിയ സാധനമാണ്. പിന്നെ അർജൻറ്റീൻ്റെ റൊമാരിയോ ഉണ്ട്. അല്ല, റൊമാരിയോ എന്ന് പറഞ്ഞാൽ റൊമേറോ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ ഗാലസ്ട്രീൻ്റെ ഒരു പാക്ക് ഉണ്ട്. അതിലൊരു ഫ്രീ സ്പിൻ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രോഗ്ബൻ്റെ ഒരു 6 സ്പിന്നുണ്ട്. പിന്നെ ഇതിലൊരു ഫ്രീ സ്പിന്നുണ്ട്. ഇതിൽ നമ്മളെ സെർജീനോൻ്റെ പുതിയൊരു കാർഡുണ്ട്. അത് കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട്. അതാണ് അതിൽ ഒരു ടാർഗറ്റ് ചില പ്ലെയർ കിടക്കുന്നത്. അപ്പോൾ കറക്കാല്ലേ സ്ലോട്ട് അവൈലബിൾ ആണ്, നോക്കട്ടെ. 3 ആളുള്ളൂ സ്ലോട്ട് അവൈലബിൾ. ഇതിപ്പോൾ സ്ലോട്ട് ഇങ്ങനെ മേടിക്കുക. കൊടുത്തിട്ട് കുറച്ച് സ്ലോട്ട് മേടിക്കുക. അപ്പം നമ്മൾ കുറച്ച് GP അറിഞ്ഞുകൊണ്ട് സ്ലോട്ട് മേടിച്ചിട്ടുണ്ട്. എത്ര സ്ലോട്ട് ഉണ്ട്? ഒരു 50 സ്ലോട്ട് കൂടി നമുക്ക് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. GP അതിന് വേറെ കാര്യത്തിനൊന്നും എടുക്കണില്ല നമ്മൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് പോട്ടെ. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഫ്രീ സ്പിൻ എടുക്കാൻ പോവാണ്. ഡിംബലാണ് മെയിൻ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. ഡിംബലിനെ കൊനാമി തരുമോന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫ്രീ സ്പിൻ തന്നെ, കുറേ ഫ്രീ സ്പിൻ എടുക്കല്ലതാണ്. ഫസ്റ്റിൽ തന്നെ മൂഞ്ചിപ്പിക്കായിരുന്നാൽ മതിന്നു. ഫസ്റ്റ് നമ്മൾ ഫ്രീ സ്പിൻ എടുത്തിട്ടുണ്ട്. കൊനാമി പ്ലേസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മൂഞ്ചിപ്പിച്ചിട്ടുണ്ട്. ആരെയാണ് കൊനാമി തരുന്നത്? ഇറ്റാലിയൻ ലീഗിൽ നിന്നാണ്. ഇറ്റാലിയൻ ലീഗിൽ പ്ലേസൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇനി ഇതിൽ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലില്ലല്ലേ, ഇത് ഫ്രീ സ്പിൻ കഴിഞ്ഞു. അടുത്തത് അടുത്തതിൽ പോർട്ടബിളിൽ നമ്മൾ വീണ്ടും ടാർഗറ്റ് ചെയ്താൽ ന്യൂനോ മെൻഡസ് തന്നെ. ബൂസ്റ്റർ കാർഡ് LB ഫുൾ പാക്കാണ്. ഈ ഒരു പ്ലെയറാണെന്ന് യമാലിനെ അങ്ങനെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഈ ഒരു കാർഡ് കിട്ടാൻ നല്ല ആഗ്രഹമുണ്ട്. കൊനാമി തരുകയും ചെയ്യില്ല, എന്നാലും ജസ്റ്റ് കറക്കി വെക്കാം.
ഫ്രീ കൊടുക്കുന്നുണ്ട്. ഫ്രീ കൊടുത്തിരിക്കുകയാണ്. കൊനാമി തരുമോ കൊനാമി? അപ്പോ അതിലും കൊനാമി മോചിപ്പിച്ചിട്ടുണ്ട്. യാസീൻ അയ്യാരി. സാരമില്ല, നമുക്ക് അടുത്ത ഫ്രീ സ്പിൻ എടുക്കാം. നമ്മളെ മറ്റേ ഗാലസ്ട്രി എസ്കെയറിന് ഒരു പാക്കാണ്. അപ്പം നമ്മളതിൽ ഫ്രീ സ്പിന്നുണ്ട്. ആ ഫ്രീ സ്പിന്നും സ്പിൻ ചെയ്തു. ഉള്ളിൽ പച്ച കളറൊക്കെ എത്തിക്കണം. എന്താ സൂപ്പർ ലക്ക്. ഏതാണ്? ആരാണിവൻ? ഏതോ ഒരു പ്ലെയറിന് തന്നിട്ടുണ്ട്. അടുത്ത പാക്ക് ഏതാണ്? അതും കഴിഞ്ഞു. അടുത്തങ്ങനെ പോന്നിട്ട് ഇവിടെ ഡ്രോഗ്ബൻ്റെ പാക്കുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഗെയിമിൻ്റെ മറ്റേ എപ്പികൾക്കുള്ളൊരു പാക്കുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിൻ തന്നെയാണ്. സർജിനെ നമുക്ക് തരുമോ കൊനാമി? ഒരു 3 ഹാപ്പി ഉണ്ട്. ഇപ്പം കിട്ടിയതൊക്കെ ഇതിന് മുന്നേ കറക്കിയ പാക്കൊക്കെ മൂഞ്ചിയതാണ്. അപ്പോൾ ഇതിലെങ്കിലും കൊനാമി തരുമോ നോക്കാം. കൊനാമി പ്ലീസ്, ഒരു എപ്പിക്ക് കാണാനുള്ള ഭാഗ്യം കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ ഫൈനലി ഒരു എപ്പിക്ക് നമുക്ക് അടിച്ചിട്ടുണ്ട്. ആരാകുമോ? ബെക്കാമാണോ അതോ റിക്കി പിഗാണോ അതോ സെർജീനാണോ? അതേപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സെർജീനാണ്. ലെഫ്റ്റ് മിഡ്ഫീൽഡറാണ്. LMF ലെഫ്റ്റ് മിഡ്ഫീൽഡർ സെർജീനോ ഡബിൾ ബൂസ്റ്റഡ്. അപ്പോൾ നമുക്ക് കൊനാമി ഒരു എപ്പിക്ക് കുറേ നാളത്തിന് ശേഷം തന്നിട്ടുണ്ട്. നന്ദിയുണ്ട്. വീണ്ടും ഡ്രോഗ്ബയുടെ പാക്ക് കറക്കാണ്. കൊനാമി പ്ലേസ്. ഓ, പച്ചക്കളറൊക്കെ കത്തി. കൊനാമി ഡ്രോഗ്ബയെ തരുമോ അതോ ഹൈലൈറ്റ് കൊന്നാറ്റിനെ നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ഹൈലൈറ്റ് കാർഡ് തന്നിട്ടുണ്ട്. കൊന്നാറ്റ് സെൻട്രൽ ബാക്ക്. നെക്സ്റ്റ് വീണ്ടും ഫ്രീ സ്പിൻ എടുക്കുകയാണ്. കൊനാമി 6 തരും. അപ്പോൾ വീണ്ടും വൈറ്റ് കളർ കത്തിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളെ കൊനാമി പറ്റിച്ചു. വർണ്ണാതെ എന്ത് പേരത്? ഫ്രാൻസിസ് വർണ്ണാസ. അപ്പം ഇനി 3ാമത്തെ ഫ്രീ സ്പിൻ എടുക്കണം. ഡ്രോഗ്ബൻ്റെ ബാക്കിൽ 6 ഫ്രീ സ്പിന്നുണ്ട്. അപ്പോൾ 3ാമത്തെ ഫ്രീ സ്പിന്നും മൂഞ്ചിപ്പിച്ചിരിക്കുകയാണ്. കൊനാമി 3ാമത്തെ ഫ്രീ സ്പിൻ മൂഞ്ചിപ്പിച്ചിരിക്കുന്നു. അടുത്തത് 4ാമത്തെ എടുക്കാൻ പോവാണ്. 4ാമത്തെ ഫ്രീ സ്പിൻ. കൊനാമി പ്ലീസ്. അപ്പോൾ വീണ്ടും നമ്മളെ കൊനാമി ഓമ്പിപ്പിച്ചിരിക്കുന്നു. ആരാണ്? അൽഫ്രെഡോ. അപ്പോൾ 5ാമത്തെ ഫ്രീ സ്പിൻ എടുക്കുകയാണ്. ലാസ്റ്റ് ഫ്രീ സ്പിൻ. അപ്പോൾ അവിടെയും കൊനാമി മൂഞ്ചിപ്പിച്ചേക്കുകയാണ്. അപ്പോൾ കൊനാമി വീണ്ടും മൂഞ്ചിപ്പിച്ചു. അടുത്തത് വീണ്ടും ലാസ്റ്റ് ട്രൈ ആണ്.
കൊനാമി പ്ലീസ്. അപ്പോൾ ലാസ്റ്റ് ട്രൈയും മോചിപ്പിച്ചിരിക്കുകയാണ് കൊനാമി. അപ്പോൾ എന്ത് പറയാനാ, കിട്ടിയ പ്ലെയർ അല്ലേ ഇപ്പം ഇത്? ഒരേ പ്ലെയർ തന്നെ രണ്ടോട്ടം കിട്ടി. എന്ത് മറിമായം, ഒരേ പേരാ. നോക്കട്ടെ എന്താ ഇത്. ഒരേ പ്ലെയർ തന്നെ രണ്ടോട്ടം കിട്ടും. ഇത് എനിക്ക് ഒട്ടായതാണോ അതോ കൊനാമിക്ക് ഒട്ടായതാണോ? എന്താവോ. എന്തായാലും പോട്ടെ. അപ്പോൾ ഈ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന് നിങ്ങൾക്ക് ആരെ കിട്ടിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കളിപ്പിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.